ED പിന്നെ പബ്ലിക് സർവൻ്റ് ആണ്. അവരുടെ മെഷേഴ്സ് എന്ത് തന്നെയാണെങ്കിലും ഈ കാർ അടിച്ചു തർക്കുന്നതിനൊന്നും ഒരു ന്യായവും ഇല്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ അത് സംയമനം പാലിക്കാനും അണികളോട് അത് ചെയ്യരുതെന്ന് പറയാനുമാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് TV-യിൽ അദ്ദേഹം പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയേണ്ടത്. അതിന് പകരം നേരെ തിരിച്ച് പിന്നെ ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ. അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, ഇപ്പോൾ എല്ലാന്നേ ഉള്ളൂ. ജനങ്ങളുടെ കോടതിയിൽ നിന്ന് തിരിച്ചടി വന്നു ശ്രീ പിണറായി വിജയന്. അതിനുശേഷം ഇപ്പോൾ നിയമവ്യവസ്ഥയിൽ കൂടെ പോയിട്ട് അദ്ദേഹം പെട്ടെന്നൊരു ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാൻ നോക്കും. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ അങ്ങനെ ഒരു ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തിയത് കൊണ്ട് ബാക്കി സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനോ അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനോ ഒന്നും നിയമപരമായിട്ടൊരു തടസ്സവുമില്ല. ഇത് പങ്കെടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. അതിൽ ന്യായമായിട്ടും അതിൽ പങ്കെടുക്കുക. അതിൻ്റെ ബാക്കി ഇപ്പം അരവിന്ദ് കെജ്രിവാളൊക്കെ ഇന്ന് ട്വീറ്റ് ചെയ്തത് കണ്ടു. പക്ഷേ അദ്ദേഹവും ഇതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കേരളത്തിൽ നടന്നതുപോലെ ഒരു അക്രമം ഇപ്പം നാഷണൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് കേരളത്തിൽ ആളുകൾ ഇത് പിന്നെ ഭരണത്തിലില്ലായിരുന്നിട്ട് കൂടി ഇത് പിന്നെ ED ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തടഞ്ഞു വെച്ചതെന്നൊക്കെയുള്ളത് ന്യൂസായി. ഇതുപോലെയല്ല ഇത് നേരിടേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സാധ്യതയിൽ ഇദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾക്ക്, അതായത് ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് പങ്കെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹൈക്കോടതിയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലേറിയ കോൺഗ്രസിനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവും കാണുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. ഇതിൽ നിയമപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്? കോടതി മുഖാന്തരം കോടതിയിൽ ഇപ്പോൾ നേരത്തെയുള്ള വിധികൾ പുനഃപരിശോധിക്കണം, EDയുടെ ഇതിനകത്ത് പ്രൊസീജിയറലായിട്ട് കുറച്ചുകൂടെ ഫെയർനെസ് വരുത്തണം എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ നിൽക്കുന്നുണ്ട്. അത് നിയമപരമായിട്ടുള്ളൊരു വഴിയാണ്. പിന്നെ ഉള്ളത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ജനങ്ങളുടെ അടുത്ത് നിന്ന് വോട്ട് കിട്ടുക. ഈ രണ്ട് രീതിയിലല്ലാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, EDയുടെ പ്രവർത്തനങ്ങൾക്ക് ആർക്കെങ്കിലും അസ്വീകാര്യതയുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേറെ വഴിയില്ല. നിരത്തിലിറങ്ങി തടയുക എന്നുള്ളതല്ല. കാരണം അദ്ദേഹം പറയുന്നത് ന്യായമാണെങ്കിൽ കൂടി EDയുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് കൂടി പറയണം. പരിഹാരം എന്തായാലും നിരത്തിലിറങ്ങി തടയുക എന്നുള്ളതല്ല. നിയമപരമായിട്ട് ഹൈക്കോടതി പോയി ഹൈക്കോടതി തള്ളിക്കളഞ്ഞൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും ഞാൻ കാണുന്നില്ല. അടുത്ത പടി എന്താണെന്ന് കൂടി അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം നമ്മൾ മാതൃകയാക്കേണ്ട പൊതുപ്രവർത്തകരാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണോ ഇദ്ദേഹത്തെ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. തെളിവുകളൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ എല്ലാ കേസുകളും തെളിയിക്കപ്പെടാറില്ല. കോടതിയിൽ പല കേസുകളും തെളിവില്ലാതെ പോകാറുണ്ട്. അപ്പം പിന്നെ അന്വേഷണം നടക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്നുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള പരിഗണന വെച്ചിട്ടാണ് ഹൈക്കോടതി പോലും അത് തടയാൻ തക്കതായ കാരണങ്ങളൊന്നും കാണുന്നില്ല.